പശ്ചിമേഷ്യ ഒന്നടങ്കം ആകെ ഉലച്ചുകൊണ്ട് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് നേരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംയുക്ത സൈനിക ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇറാൻ. ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നീ 4 ഗൾഫ് അറബ് രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണ പരമ്പര നടത്തിയത്. പശ്ചിമേഷ്യൻ പ്രാദേശിക സംഘർഷത്തിന്റെ സ്വഭാവം തന്നെ പൂർണ്ണമായി മാറ്റിയെഴുതുന്ന ഒരു വൻ യുദ്ധപ്രഖ്യാപനമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ മാധ്യമമായ IRIB പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം ഇറാന്റെ സൈനിക വിഭാഗമായ IRGCയുടെ എയറോസ്പേസ് ഫോഴ്സ് ആണ് ഈ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അതീവ കൃത്യതയാർന്ന തദ്ദേശീയ ബാലിസ്റ്റിക് മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും ഒരേ സമയം പ്രയോഗിച്ചാണ് അമേരിക്കയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ അവർ ലക്ഷ്യം വെച്ചത്. ഈ വൻ ആക്രമണ പരമ്പരയിൽ ഏറ്റവും വലിയ പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വന്നത് ജോർദാനിൽ സ്ഥിതി ചെയ്യുന്ന പ്രിൻസ് ഹസൻ വ്യോമസേനാ താവളത്തിലാണ്. അമേരിക്കൻ സായുധ സേനയുടെ വിപുലമായ സാന്നിധ്യമുള്ള ഈ താവളത്തിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായ ബാലിസ്റ്റിക് മിസൈൽ വർഷമാണ് ഉണ്ടായത്. പ്രിൻസ് ഹസൻ വ്യോമതാവളത്തിൽ അമേരിക്ക സ്ഥാപിച്ചിരുന്ന അത്യാധുനിക കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നതായി IRGC അവകാശപ്പെടുന്നു. US സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായ ആശയവിനിമയങ്ങളെയും നീക്കങ്ങളെയും ഏകോപിപ്പിച്ചിരുന്ന നാഡീകേന്ദ്രമാണ് ഇതിലൂടെ ഇല്ലാതാക്കപ്പെട്ടത്. ഇതേസമയം തന്നെ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമസേനാ താവളത്തിന് നേരെയും കനത്ത മിസൈൽ ആക്രമണമുണ്ടായി. US സെൻട്രൽ കമാൻഡിന്റെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഫോർവേഡ് ആസ്ഥാനങ്ങളിൽ ഒന്നാണ് ഖത്തറിലെ ഈ താവളം. അൽ ഉദൈദ് വ്യോമതാവളത്തിലെ അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന പ്രധാന മെയിന്റനൻസ് ആൻഡ് റിപ്പയർ സെന്റർ ബോംബിട്ട് തകർത്തതായി ഇറാന്റെ സൈനിക വൃത്തങ്ങൾ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ മറ്റൊരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററും തകർത്തതായി അവർ അവകാശപ്പെടുന്നുണ്ട്. ജോർദാനിലും ഖത്തറിലും മാത്രമല്ല കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായതായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. US നാവികസേനയുടെ 5ാം ഫ്ലീറ്റിന്റെ ആസ്ഥാനമായ ബഹ്റൈനെ ലക്ഷ്യം വെച്ചത് കടൽ മാർഗമുള്ള അമേരിക്കൻ പ്രതിരോധ നിരയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഒരേ സമയം 4 വ്യത്യസ്ത രാജ്യങ്ങളിലെ US താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഈ ഏകോപിത നീക്കം അന്താരാഷ്ട്ര നാവിക വ്യോമ സുരക്ഷാ വിദഗ്ധരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. സാങ്കേതികമായി അതീവ സങ്കീർണമായ ഇത്തരമൊരു സൈനിക നീക്കം വിജയിപ്പിക്കാൻ സാധിച്ചത് ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ കൈവരിച്ച വൻ പുരോഗതിയാണ് കാണിക്കുന്നത്. ഈ സൈനിക നടപടി കേവലം ഒരു താവളത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സാന്നിധ്യത്തെ തന്നെ വേരോടെ പിഴുതെറിയാനുള്ള ഇറാന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണ്. തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക നടപടി ഉണ്ടാക്കുമെന്ന പ്രഖ്യാപനമാണ് ടെഹ്റാൻ നടത്തിയിരിക്കുന്നത്. ഈ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജോർദാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ അതീവ നയതന്ത്ര പ്രതിസന്ധിയിലാണ്. സ്വന്തം മണ്ണിലെ വിദേശ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടത് ഈ രാജ്യങ്ങളുടെ ആഭ്യന്തര സുരക്ഷയും സമാധാനത്തെയും ബാധിക്കുന്ന കാര്യമാണ്. വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസും പെന്റഗണും ഈ അപ്രതീക്ഷിത പ്രഹരത്തിന്റെ ഞെട്ടലിലാണ്. US പ്രസിഡന്റും സൈനിക തലവന്മാരും അടിയന്തര യോഗങ്ങൾ ചേരുകയും സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുകയാണ്. ഔദ്യോഗികമായി നാശനഷ്ടങ്ങളുടെയും ജീവഹാനിയുടെയും കണക്കുകൾ പുറത്തുവിടാൻ പെന്റഗൺ ഇതുവരെ തയ്യാറായിട്ടില്ലെങ്കിലും ഇറാന്റെ അവകാശവാദങ്ങൾ ശരിയാണെങ്കിൽ ഇത് വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം അമേരിക്കൻ സൈന്യത്തിന് ഏൽക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഈ മിസൈൽ വർഷം അന്താരാഷ്ട്ര വിപണിയിൽ വലിയ സാമ്പത്തിക ചലനങ്ങൾക്ക് ഇതിനകം തന്നെ കാരണമായിട്ടുണ്ട്. ആഗോള എണ്ണ ഉൽപാദനത്തിന്റെയും വിതരണത്തെയും നേരിട്ട് ബാധിക്കുന്ന രാജ്യങ്ങളിലാണ് ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ തുടങ്ങിയത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പുതിയൊരു പണപ്പെരുപ്പ് പ്രതിസന്ധിക്ക് വഴി തുറക്കുമെന്ന ആശങ്കയും ശക്തമാക്കുകയാണ്. മേഖലയിൽ ഇറാന്റെ പ്രധാന സഖ്യകക്ഷികളായ യമനിലെ ഹൂതികൾ, ലബനനിലെ ഹിസ്ബുള്ള, ഇറാഖിലെയും സിറിയയിലെയും വിവിധ സായുധ ഗ്രൂപ്പുകൾ എന്നിവർ ഈ ആക്രമണത്തെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ പ്രതിരോധ സഖ്യം അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങുമെന്ന പ്രഖ്യാപനങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇസ്രയേലും അതീവ ജാഗ്രതയിലാണ് ഈ സംഭവങ്ങളെ വീക്ഷിക്കുന്നത്. അമേരിക്കയ്ക്കെതിരെ ഇത്രയും ശക്തമായി നീക്കം നടത്താൻ മടിക്കാത്ത ഇറാൻ തങ്ങൾക്കെതിരെയും എപ്പോൾ വേണമെങ്കിലും സമാനമായ മിസൈൽ ആക്രമണം അഴിച്ചുവിട്ടേക്കാമെന്ന് ഇസ്രയേൽ ഭയപ്പെടുന്നുണ്ട്.
അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ വൻ ആശങ്കയാണ് രേഖപ്പെടുത്തുന്നത്. ഐക്യരാഷ്ട്രസഭ അടിയന്തര സുരക്ഷാ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇരു വിഭാഗവും കടുത്ത അച്ചടക്കം പാലിക്കണമെന്നും മേഖലയെ പൂർണ്ണമായ ഒരു വിനാശത്തിലേക്ക് തള്ളിവിടരുതെന്നും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയും റഷ്യയും ആവശ്യപ്പെടുന്നുണ്ട്. അമേരിക്ക ഇതിനോട് എങ്ങനെ സൈനികമായി പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ലോക ചരിത്രം. ഇറാന്റെ പ്രധാന ഭൂപ്രദേശങ്ങളെയോ സൈനിക ആസ്ഥാനങ്ങളെയോ ലക്ഷ്യം വെച്ച് അമേരിക്കൻ നാവികസേനയും വ്യോമസേനയും തിരിച്ചടി നൽകുകയാണെങ്കിൽ അത് മൂന്നാം ലോക മഹായുദ്ധ സമാനമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചേക്കാം. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ആക്രമണം പെട്ടെന്നുണ്ടായ ഒന്നല്ല, മറിച്ച് മാസങ്ങളായി നിലനിൽക്കുന്ന ഉപരോധങ്ങൾക്കും തങ്ങൾക്കെതിരെ നടന്ന സൈനിക നീക്കങ്ങൾക്കുമുള്ള ശക്തമായ പ്രതികാരമായാണ് അവർ ചിത്രീകരിക്കുന്നത്. കുവൈറ്റിലെയും ഖത്തറിലെയും വ്യോമതാവളങ്ങൾ തകർന്നതോടെ ഈ മേഖലയിലൂടെയുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പലതും റദ്ദാക്കുകയോ റൂട്ട് മാറ്റിവിടുകയോ ചെയ്തിട്ടുണ്ട്. വ്യോമപാതകൾ സുരക്ഷിതമല്ലാത്തതിനാൽ മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്രകൾ വലിയ പ്രതിസന്ധിയിലാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെ ഈ പ്രതിസന്ധി വളരെ ദോഷകരമായി ബാധിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് പ്രവാസികളായി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഈ രാജ്യങ്ങൾ യുദ്ധഭൂമിയായി മാറിയാൽ പ്രവാസികളുടെ സുരക്ഷയും അവരുടെ തൊഴിലും വലിയ ഭീഷണിയാകും. ഇറാന്റെ പ്രതിരോധ വകുപ്പ് വക്താക്കൾ അറിയിക്കുന്നതനുസരിച്ച് അമേരിക്ക തങ്ങളുടെ നിലപാടുകൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. തങ്ങളുടെ പക്കൽ ഇനിയും 10,000-കണക്കിന് അത്യാധുനിക മിസൈലുകൾ പ്രയോഗിക്കാൻ സജ്ജമായിരിപ്പുണ്ടെന്നാണ് ഇറാന്റെ അവകാശവാദം. നയതന്ത്ര ചർച്ചകളുടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും പ്രസക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശക്തി പ്രകടനത്തിലൂടെയും ആയുധബലത്തിലൂടെയും മാത്രമേ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കൂ എന്ന നിലപാടിലേക്ക് ഇരു വിഭാഗവും എത്തിച്ചേർന്നിരിക്കുന്നു. പെന്റഗൺ തങ്ങളുടെ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഇറാൻ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സാറ്റലൈറ്റ് ദൃശ്യങ്ങളും മറ്റ് രഹസ്യാന്വേഷണ വിവരങ്ങളും പുറത്തുവരുന്നതോടെ അമേരിക്കയ്ക്കുണ്ടായ തകർച്ചയുടെ ആഴം ലോകത്തിന് ബോധ്യപ്പെടുമെന്നാണ് IRGC വ്യക്തമാക്കുന്നത്. ഈ വലിയ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുടെ തുടക്കമാണെന്നാണ് ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വം വിലയിരുത്തുന്നത്. ദശാബ്ദങ്ങളായി തുടരുന്ന US ഇടപെടലുകൾ ഇനി ഈ മണ്ണിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. പ്രിൻസ് ഹസൻ ബേസിലെയും അൽ ഉദൈദിലെയും സ്ഫോടനങ്ങൾ കേവലം സൈനിക കേന്ദ്രങ്ങളുടെ തകർച്ചയല്ല, മറിച്ച് US ആധിപത്യത്തിന്റെ തകർച്ചയാണെന്ന് അവർ വാദിക്കുന്നു. വരും ദിവസങ്ങളിൽ മേഖലയിലെ സൈനിക ചലനങ്ങൾ അതീവ നിർണായകമായിരിക്കും. പുതിയ ഡ്രോൺ സ്ക്വാഡുകളെയും മിസൈൽ ലോഞ്ചറുകളെയും അതിർത്തികളിലേക്ക് ഇറാൻ വിന്യസിച്ചതായാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ജോർദാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഈ സംയുക്ത മിസൈൽ ആക്രമണം പശ്ചിമേഷ്യ ഒരു വൻ അഗ്നിപർവ്വതത്തിന് മുകളിലാണ് എത്തിച്ചിരിക്കുന്നത്. ആഗോള രാഷ്ട്രീയത്തിലും സൈനിക വ്യൂഹത്തിലും ഇതിന്റെ ആഘാതം വരും തലമുറകളെ പോലും ബാധിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. യുദ്ധത്തിന്റെ കനലുകൾ ആളിക്കത്തുമ്പോൾ ലോകം വലിയൊരു ദുരന്തത്തിന്റെ നിഴലിലാണ് ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുന്നത്.